ഇന്ത്യയുടെ പല മാതൃകകളും ഇപ്പോൾ ലോകം അനുകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം കെയർ സ്റ്റാമർ ബ്രിട്ടൻ പ്രധാനമന്ത്രി ഇവിടെ വരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കുന്നത് നമ്മുടെ ഡിജിറ്റൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ID-യുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ചില മാതൃകകൾ ഇനി സ്വന്തം രാജ്യത്ത് നടപ്പാക്കാം. കെയർ സ്റ്റാമർ ഇവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യയിലെ ചില കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള താല്പര്യവും പ്രകടിപ്പിച്ചു. ശരിക്കും ഒരു വലിയ അഭിമാനകര കാര്യമാണ് സിനിജി. ഈ കീർ സ്റ്റാമർ വന്നതിൻ്റെ കാര്യം എന്താണ്? ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറും അതിൻ്റെ നാൾവഴികളും തുടർച്ചയും അതിൻ്റെ ഉടമ്പടി സൈനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വരവിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിലും ഈ വരവിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഇതൊന്നുമല്ല. അത് നിഗൂഢമൊന്നുമല്ല. ആ പദ്ധതി എന്താണെന്ന് അറിയുമ്പോഴാണ് ഇപ്പോൾ സിനിജി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ UK ആധാർ ശൈലിയിൽ ഡിജിറ്റൽ ഐ ഡി കൊണ്ടുവരാൻ കീർ സ്റ്റാമർ പ്ലാൻ ഇടുന്നു എന്നാണ് ഇദ്ദേഹം അത് മുമ്പേ പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറയുകയും അങ്ങനെ പ്ലാൻ പിന്നീട് അദ്ദേഹം ഇപ്പോൾ വരുന്നതിന് മുമ്പ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഒരുപക്ഷെ അത് എതിർപ്പൊക്കെ ഉള്ളത് കൊണ്ട് പല കോണുകളിൽ നിന്നും അങ്ങനെ ഉണ്ടായതുകൊണ്ടായിരിക്കും. നമുക്കിതിനെ കാണേണ്ടതെന്ന് വെച്ചാൽ ഇത് നടപ്പാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന രാജ്യമാരാണ്? ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച പുരോഗതി ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ മാതൃകയാകുമ്പോൾ ഇത് സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഈ രാജ്യത്തിന്റെ അവസ്ഥ, ആ രാജ്യത്തിന്റെ കാര്യം ഒന്ന് പിന്നോട്ട് ചിന്തിച്ചു നോക്കൂ. ആരാണ് ബ്രിട്ടൻ? ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് സാമ്രാജ്യം. 200 വർഷത്തിലധികം നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ഒരു രാജ്യം അല്ലെ? അവരുടെ കാൽക്കീഴിലായിരുന്നു. നമ്മൾ അനുഭവിച്ച യാതനകൾ ആ രാജ്യത്തിന്റെ ഒരു കമ്പനിയുടെ ഭരണത്തിന് കീഴിൽ കമ്പനിയുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ആ കമ്പനിയെ പതുക്കെ ആ സർക്കാർ ബ്രിട്ടൻ സഹായിച്ച് അതിനെ വളർത്തി കമ്പനിയും സർക്കാരും ഒന്നായി ബ്രിട്ടന്റെ ഒരു വലിയ കോളനികളിൽ ഒന്നായി ഇന്ത്യയെ മാറ്റി ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി. ഇവിടുന്ന് കൊള്ളയടിച്ചു. സമ്പന്നമായിരുന്ന ഒരു രാജ്യം. ആ സമ്പന്നത നമ്മുടെ സമ്പന്നത പണത്തിൽ മാത്രമല്ല. ഇപ്പൊ ഈ നമ്മുടെ സാമൂതിരി രാജാവിനോട് മങ്ങാട്ടച്ചൻ ഒരു ദിവസം വന്നിട്ട് ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഓടി വന്നു, അയ്യോ തിരുമനസ്സേ പോയി. എന്ത് പോയി? തിരുമനസ് നമ്മുടെ കുരുമുളക് വള്ളികൾ കംപ്ലീറ്റ് അവര് പോർച്ചുഗീസുകാർ കൊണ്ടുപോവുകയാണ്, അവിടേക്ക് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി എന്ത് ചെയ്യും? നമ്മുടെ കുത്തക അവസാനിക്കുകയാണല്ലോ. അപ്പൊ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? മങ്ങാട്ടച്ച വിഷമിക്കണ്ട, തിരുവാതിര ഞാറ്റുവേല നമ്മുടേതല്ലേ എന്ന് വെച്ചാൽ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തിരിയിടുന്ന ആ പ്രത്യേകതരം കുരുമുളക് വള്ളികൾ, ആ വള്ളികൾ ആണ് നമുക്ക് നമ്മുടെ സ്വർണ്ണ കറുത്ത പൊന്ന് എന്ന് പറയുന്ന പ്രത്യേകതയുള്ള കുരുമുളകുകൾ എന്ന് പറഞ്ഞ പോലെ നമുക്കിവിടെ സ്വന്തമായി ഒട്ടനവധി കാര്യങ്ങൾ എത്രയൊക്കെ ലൂട്ട് ചെയ്താലും എത്രയൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോയാലും ഇവിടെ നമ്മുടെ ആത്മീയത ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. അവർക്ക് ഷോ ആണ് വേണ്ടത്. കോഹിനൂരത്ത് ഇപ്പോഴും മെയിന് പറയുന്നുണ്ട്, ഇപ്പോഴും നമ്മുടെ തട്ടിപ്പറിച്ചിട്ട് അവിടെ വെച്ചുകൊണ്ട് ഇപ്പോഴും മെയിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള സമ്പത്ത്, ഇന്ത്യയുടെ ആത്മീയ സമ്പത്ത് അവർക്ക് കൊള്ളയടിക്കാൻ പറ്റില്ല. ലോകത്താർക്കും അത് കവർന്നെടുക്കാൻ പറ്റില്ല. അപ്പൊ ആ സംസ്കാരം അത് കവർന്നെടുക്കാൻ പറ്റില്ല. അതിനെ കോപ്പി ചെയ്യാം. നമ്മൾ വളർന്നിട്ടേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു മികച്ച മാതൃകയെ മനസ്സിലാക്കി UK പോലുള്ള വലിയൊരു രാജ്യം, ചെറിയ രാജ്യമല്ലാതെ ടെക്നോളജിയിലും സാമ്പത്തികമായിട്ടും ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിലൊന്നാണ്, വികസിത രാജ്യമാണ്. ആ രാജ്യം നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കണ്ടുപിടുത്തങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളുമായി ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുമ്പോൾ ഇവിടുത്തെ പദ്ധതികൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട്, താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ വരുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കെയർ സ്റ്റാമറുടെ ഈ സന്ദർശനം എന്ന് പറയുന്നത്. ഇതിലൂടെ നിർണായകമാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സംവിധാനങ്ങൾ, നമ്മുടെ ഈ ഡിജിറ്റൽ ഐ ഡി കാർഡുകൾ അവിടെ ഡിജിറ്റൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന സംവിധാനത്തിന് വേണ്ടി ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പറയുമ്പോഴാണ് അതിന് നമ്മുടെ ഡിജിറ്റൽ ID കാർഡുകൾക്ക് മുന്നിൽ, ആധാറിന് മുന്നിൽ പ്രവർത്തിച്ചത്, നമ്മുടെ UPI പിന്നെ ഇന്റർഫേസ് സിസ്റ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, മറ്റു കാര്യങ്ങളിൽ പ്രവർത്തിച്ച ഒരു ടെക്നോക്രാറ്റ് ഉണ്ട്, നമ്മുടെ ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായ നന്ദൻ നിഖിലേനി, നമ്മുടെ ബാംഗ്ലൂരുകാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വലിയ പദ്ധതി, അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം, അതിനൊരു ഇൻവോൾവ്മെന്റ്, അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക കോൺട്രിബ്യൂഷനാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സാമ്പത്തിക സ്വാതന്ത്ര്യവും ഈ ടെക്നോളജി സ്വാതന്ത്ര്യവും ഈ നമ്മുടെ ഈ ഐഡന്റിറ്റി സ്വാതന്ത്ര്യവും എല്ലാം. അപ്പോൾ ഇത് ശരിക്കും കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടു ഈ ഒരു സംഗതി കണ്ടിട്ട്. അപ്പോൾ അദ്ദേഹത്തെയാണ് ഇതിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫോസിസിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. അവിടുത്തെ കഴിഞ്ഞ ഋഷി സുനക്കിന്റെ പിന്നെ അമ്മായിയച്ഛനാണ് ഇൻഫോസിസിന്റെ സ്ഥാപകന്മാരിൽ ഒരാളായ നാരായണമൂർത്തി. അപ്പൊ അത്തരത്തിൽ അറിയാം, ഇൻഫോസിസിനെ അവിടെ അറിയാം എല്ലാവർക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു നിയുക്ത
ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് എത്രത്തോളം ഭംഗിയായിട്ട് വേറൊരു രാജ്യത്ത് അത് ചെയ്യാൻ കഴിയും. കാരണം അവർക്കൊരു വലിയ എക്സ്പീരിയൻസ് ഇവിടെയുണ്ട് ഇന്ത്യയെ ഡിജിറ്റൽ IC ചെയ്തതിന്റെ പിന്നിൽ. ഞാൻ ഇദ്ദേഹത്തെ ഈ നന്ദൻ നിഗലേനിയുടെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു സംഗതി വരാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിന്റെ പണിയിലാണ്. അത് ഉടനെ ഈ വർഷം തന്നെ അത് പുറത്തു വരുമെന്നാണ് അറിയുന്നത്. ഭൂമി രജിസ്ട്രേഷന്റെ സർവേയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്കിപ്പോൾ ഒരു സ്ഥലം വാങ്ങുന്നതിരിക്കട്ടെ, ഈ സ്ഥലം വാങ്ങുന്നതിൻ്റെ അതിൻ്റെ പോക്കുവരവ് മുതൽ അതിൻ്റെ അടിയാധാരം പരിശോധിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് ചിലപ്പോൾ 3-4 തലമുറയ്ക്ക് അപ്പുറത്ത് വിറ്റ ആരുടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ച് വരാൻ പോലും ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പം ഈ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ ഭൂമികൾ മുഴുവൻ ഏകീകരിച്ചുകൊണ്ട് അതിനെ നമുക്ക് ഇപ്പോൾ പണമിടപാട് നടത്തുന്ന പോലെ ബോണ്ടുകൾ കൈകാര്യം ചെയ്ത പോലെ നമുക്ക് പണയം വെക്കാം. നമുക്കത് ബാങ്കിൽ കൊണ്ടേ പണയം വെക്കാം. നമുക്കതിനെ കഷ്ണമായി ഡിജിറ്റലായി മുറിച്ച് വിൽക്കാം. സ്ഥലം മുറിക്കണ്ട. നമ്മളെ 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കത് 10 സെന്റ് വേണമെങ്കിൽ നമുക്ക് വിറ്റ് ഒരാൾക്ക് പണയം വെക്കാം. അതിന് ബാങ്ക് അനുവദിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ വിപ്ലവകരമായ കാര്യം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന അതിന് ഒരു പ്രോട്ടോടൈപ്പ് ഗുജറാത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ. അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു വലിയ നേട്ടമായിരിക്കും. ഒരുപാട് ഇഷ്യൂസ് ഭൂമി സംബന്ധമായിട്ട് ഇത്തരം ഇഷ്യൂസ് പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പദ്ധതിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നന്ദൻ നിഗലേനിയെ പോലെയുള്ള ഒരാൾ അതിൻ്റെ പുറകിലുണ്ടാവുമ്പോൾ ഇന്ത്യയിൽ ഈ സംവിധാനം വിജയകരമായി നടപ്പാക്കിയതിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ആ വിശ്വാസത്തോടു കൂടിയാണ് അവർ ഇതിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ബ്രിട്ടനിൽ ഈ പദ്ധതിക്ക് ശക്തമായ രാഷ്ട്രീയ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ ഡിജിറ്റൽ ID സംവിധാനം വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും ഭീഷണിയാണ് എന്ന് ആരോപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സാഹിബിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവർ നടത്തുന്ന കടന്നുകയറ്റങ്ങളും അവർ നടത്തുന്ന അധാർമികതയൊന്നും ആരും എടുത്തു പറയുന്നൊന്നുമില്ല. അതിന് അവർക്ക് ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. അവർ അത് മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളിങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അതിന് നേരെയുള്ള ഒരു അധാർമികമായ കടന്നുകയറ്റമാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നയങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന സ്റ്റാമർ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് UK-യിൽ ബയോമെട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഡിജിറ്റൽ ഐഡന്റിറ്റി നടപ്പാക്കാൻ ഉടനെ പദ്ധതിയില്ല എന്നായിരുന്നു. ഇന്ത്യൻ മാതൃകയോടുള്ള പക്ഷേ ആകർഷണം അദ്ദേഹം വിട്ടില്ല. ഇവിടെ തിരിച്ചു വന്ന് ഇത് നടപ്പാക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ്. സെപ്റ്റംബറിലാണ് ഇത് നടപ്പാക്കാൻ അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചത്. അധികം വൈകാതെ ഇത് അദ്ദേഹം നടപ്പാക്കുക തന്നെ ചെയ്യും. എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരിക എന്ന് നോക്കൂ. ബ്രിട്ടനിൽ ജോലി നേടുന്നതിന് ഈ ID പ്രൂഫ് മാറും. അത് അത്യാവശ്യമായി മാറും. ഇന്ത്യൻ മാതൃകയിൽ ആധാർ എന്ന് പറയാം. നമുക്ക് പറയാൻ എളുപ്പത്തിന് അതിന് ബ്രിട്ടീഷ് ആധാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസം, കുട്ടികളുടെ പരിപാലനം തുടങ്ങിയ പൊതുസേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാക്കും. ക്രമക്കേടുകൾ കുറച്ച് സാമൂഹിക ദുരുപയോഗങ്ങൾ ഒഴിവാക്കാനാവും. എന്ന് വെച്ചാൽ അവിടെ സാമൂഹിക ദുരുപയോഗങ്ങൾ ഉണ്ടെന്നല്ലേ? അതെ, ഒഴിവാക്കാനാവുന്നേ പറയുന്നുള്ളൂ അല്ലേ? അപ്പൊ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സംഗതി ഉണ്ട് എന്നല്ലേ? അപ്പൊ മറ്റ് ക്രമക്കേടുകളുണ്ട്, ഈസി ആയിട്ട് അത് നടത്താൻ പറ്റുമെങ്കിൽ ഇപ്പം ആരോഗ്യ വിദ്യാഭ്യാസ പരിപാലനം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, സിനിജിയുടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ UK-ലൊക്കെ ഉണ്ട്. അവിടെ ഒരു ചികിത്സ കിട്ടണമെങ്കിൽ ഒരു ബുക്ക് ചെയ്തൊരു 6 മാസമൊക്കെ കാത്തിരിക്കണം സാധാരണ ഡോക്ടറെ കാണാൻ. അതെ അതെ, നമ്മുടെ ഇവിടുത്തെ കൂട്ടി പെട്ടെന്ന് ഓടിച്ചെന്നൊരു ഡോക്ടറെ കാണാൻ നടക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സമൂലമായൊരു മാറ്റം, അപ്പൊ ക്രമക്കേടുകൾ കുറിച്ച് സാമൂഹിക ദുരുപയോഗങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മാറ്റം പൊതു സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാനും ഈ ഡിജിറ്റൽ ID അത്യന്താപേക്ഷിതമാവും. ട്രാൻസ്പോർട്ടിങ്, മറ്റു പൊതു സംവിധാനങ്ങൾ, അവരാരാണ്, വരുന്നവരാരാണ് എന്നൊക്കെ വളരെ വേഗത്തിൽ. ഇപ്പൊ അവിടുത്തെ ബ്രിട്ടീഷ് ID ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈ വളരെ സിമ്പിൾ ആൻഡ് എക്സിക്യൂഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ട് മാതൃകാപരമായിട്ട് ഈ ഡിജിറ്റൽ വിപ്ലവ മാതൃക ഇന്ന് കടൽ കടക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, ഇത് ലോകം മുഴുവൻ വ്യാപിക്കാൻ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് മാറും. അതെ, സ്വാഭാവികമായിട്ട് ഇതിനെ അനുകരിക്കാനായിട്ട് ബ്രിട്ടനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങൾ ചിന്തിക്കില്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ UP പോലുള്ള സംവിധാനങ്ങൾ, ഫ്രാൻസ് പോലെ അല്ലെങ്കിൽ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും അബ്സോർബ് ചെയ്തിട്ടില്ല, അല്ല അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മളെക്കാട്ടി എത്ര വലിയ പാമ്പാട്ടികളുടെ രാജ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ, നമ്മുടെ ടെക്നോളജിയിൽ എത്രത്തോളം വളർന്നു കയറിയെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതെ, അറിഞ്ഞിട്ടേ ഇല്ല. അപ്പം ഇത് നമുക്ക് ഈ ആധാർ ഇത് ആഗോള അംഗീകാരത്തിന്റെ പ്രതിഫലനം ആണ് എന്നാണ് കെയർ സ്റ്റാമറുടെ ഈ സന്ദർശനം വ്യക്തമാക്കുന്നത്. നമ്മളുടെ ഈ ആധാർ, നമ്മുടെ ഈ ആശയം, ഇത് ലോകത്തിന്റെ ആശയമായിട്ട്, ലോകത്തിന്റെ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ ആധാർ മാറുന്നു എന്ന് പറയുമ്പോൾ നന്ദൻ നിഗലേനിക്ക്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തകർക്കും, ഈ ആശയങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ ശാസ്ത്രജ്ഞന്മാർക്കും ടെക്നോക്രാറ്റുകൾക്കും മുഴുവൻ നമ്മൾ കൈയടിക്കണം. ഒപ്പം ഇന്ത്യയിലെ ജനങ്ങൾക്കും കൈയടിക്കണം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.